തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. എന്തോ നീ തിരഞ്ഞു വന്നു വൻപാപിയുള്ളി, എന്തോ നീ തിരഞ്ഞു വന്നു. കുഞ്ഞുനാളിൽ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു ജൂൺ മാസം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലൊക്കെ അപ്പച്ചൻ പാടിയിരുന്ന പാട്ടിലെ വരികളാണിവ. ഒരുപക്ഷെ ഇന്നും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ പാട്ട് ആലപിക്കുന്നുണ്ടോ? തിന്മയെ സ്നേഹിച്ച് ലോകത്തിൻ്റെ സുഖങ്ങളെ മാത്രം സന്തോഷം കണ്ടെത്തി ജീവിച്ച മാനവകുലത്തെ നേടാനായിട്ട് വീണ്ടെടുക്കുവാനായിട്ട് ഈശോ തേടി വരികയാണ്. ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ഈ തേടി വരുന്ന ക്രിസ്തുവാണ്. എന്തിനു വേണ്ടിയാണ് ക്രിസ്തു തേടി വരുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സ്നേഹിക്കാൻ എന്നുള്ളതാണ്. നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് നമ്മളെയൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയായിരുന്നു മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു. അതിലൂടെ മാത്രമേ മനുഷ്യനെ നേടാനാകുമെന്ന് ക്രിസ്തുവിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്നേഹം നമ്മൾ നമ്മുടെ മറ്റു ചുറ്റിലുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ നമ്മൾ കാണും. ക്രൈസ്തവനെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യണമെന്ന് കരുതിയ ഒരു സാവൂള് ക്രിസ്തുവിൻ്റെ സ്നേഹം ഒന്ന് പുണർന്നപ്പോൾ വിജാതിയരുടെ അപ്പസ്തോലനായിട്ട് മാറി. തന്നെ തള്ളി പറഞ്ഞ പത്രോസിനെ ചേർത്ത് നിർത്താനായിട്ട് സ്നേഹം കൊണ്ട് മാറോടണയ്ക്കുവാനായിട്ട് ക്രിസ്തു ആഗ്രഹിച്ചപ്പോൾ പത്രോസ് സഭയുടെ ആദ്യത്തെ തലവനായിട്ട് മാറി. ലോകത്തിൻ്റെ സുഖങ്ങളാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതി ലൗകിക സുഖങ്ങളിൽ ജീവിച്ച വിശുദ്ധ അഗസ്തീനോസ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചപ്പോൾ വിശുദ്ധ അഗസ്തീനോസായിട്ട് മാറി. മഠത്തിൻ്റെ 4 കോണുകളിൽ ജീവിച്ച മദർ തെരേസ പാവങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവളുടെ വിളിക്കുള്ളിലെ വിളി കണ്ടെത്തി. അവളും പാവങ്ങളുടെ അമ്മയായിട്ട് മാറി. ഈശോയുടെ തിരുഹൃദയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്. ചുറ്റിലുള്ള മനുഷ്യരിൽ അവരുടെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും കണ്ട് അറിഞ്ഞ് അത് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളുണ്ടാവും. ദേഷ്യപ്പെടുന്നതിനേക്കാൾ സ്നേഹത്തോടെയുള്ള ശകാരമാണ് ഉചിതമെന്നാണ് ഈശോയുടെ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുക. അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ ഭക്തരായിട്ട് നമുക്ക് മാറാം. നമ്മുടെ ഹൃദയങ്ങളെയും ഈശോയുടെ തിരുഹൃദയം പോലെ ആക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.